എല്ലാവർക്കും നമസ്കാരം കേട്ടോ. എല്ലാവരും സുഖമല്ലേ? അപ്പോൾ കുറേ നാളായി ഒരു വീഡിയോ ചെയ്തിട്ട് ഇപ്പോൾ എനിക്കിപ്പോൾ ചെയ്യണമെന്ന് തോന്നി. കാരണം ഞാൻ എൻ്റെ ബ്ലോഗ് തുടങ്ങിയത് ഇതിൽ നിന്നൊരു ഇൻകം കിട്ടാൻ വേണ്ടിയിട്ടല്ല. ഞാൻ ഇത്തിരി സ്പീഡിൽ പറയാണ്, വേറെ ഒന്നല്ല. അപ്പോൾ പലരും അന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ വരണമെങ്കിൽ, യൂറോപ്പിൽ വരാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾ പ്രോപ്പറായിട്ടുള്ളൊരു ട്രാവൽ ഏജൻസി മുഖേന മാത്രമേ വരാൻ പാടുള്ളൂ. പക്ഷെ അതിൽ കുറേ പേര് എനിക്ക് ഭയങ്കര നെഗറ്റീവ് കമൻ്റ് അടിച്ച് എന്നെ ഇവിടെ വന്നൊരു കൊല്ലുമെന്ന് വരാനുള്ള ഭീഷണി ഉണ്ടായിരുന്നു, നേരിട്ട് വിളിച്ചിട്ട്. അത് വാട്ട് എവർ ഇറ്റ് ഈസ്, ഐ ഡോണ്ട് മൈൻഡ്. അപ്പോൾ ഇതൊക്കെ ഉണ്ടല്ലോ, ഈ മലയാളി വന്ന് ചവിട്ടണയിടം ആദ്യം നന്നായിട്ട് നിൽക്കും, പിന്നെ അവിടെ കയറി നിരങ്ങുവാൻ. അവൻ ചെയ്ത പരിപാടി ഇവിടെ നല്ല അത്യാവശ്യം നല്ല സാലറി ഈ യൂറോപ്പിലുണ്ടായിരുന്നു ട്രക്ക് ഡ്രൈവേഴ്സിന്. ഇവൻ വന്നിട്ട് ഇവന് ഈ വർക്ക് പെർമിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇവൻ വന്നിട്ട് അത് കമ്പനിയിൽ ചെന്നിട്ട് ഡയറക്റ്റായിട്ട് ഇവന്മാർ ഡയറക്റ്റായിട്ട് ഞാൻ ഇത്രയ്ക്ക് തരാം, ഞാൻ ഇത്രയും കുറച്ച് തരാം എന്ന് പറയുമ്പോൾ ഒരു വർക്ക് പെർമിറ്റ് ഇഷ്യൂ ചെയ്യും. അല്ലാണ്ട് ഇവൻ്റെയൊക്കെ അപ്പൻ്റെ വകയൊന്നും അല്ല ഇവിടുത്തെ കമ്പനി, അല്ലേ? ശരിയല്ലേ? അപ്പോൾ അങ്ങനെ ഇഷ്യൂ ചെയ്ത് ഇവിടുത്തെ ഉണ്ടായ സാലറി ഡൗണായി മൊത്തത്തിൽ. കാരണം ഇവന്മാർ ആളെ സപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവന്മാർക്ക് ഇന്ന് നല്ലൊരു ബെനിഫിറ്റ് കിട്ടുകയും ചെയ്യും ഒരാളുടെ വ്യക്തികളിൽ നിന്ന്. പിന്നീട് ഈ എന്താ പറയുക, VFSൻ്റെ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ അത് ജാമായി, സംഭവം പ്രശ്നങ്ങളായി. ഇത് ഞാൻ നോട്ട് ചെയ്തിട്ടാണ് അഡ്വാൻസ് ആയിട്ട് എൻ്റെ വീഡിയോസിൽ ഞാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ വീണ്ടും ഞാൻ പറയണത്, വീണ്ടും ഇതേകൂട്ട് പല യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് റിക്രൂട്ട്മെൻറ്റ്, ഒരു ഡ്രൈവറായിട്ട് വന്നവൻ ഇവിടെ ഡ്രൈവർ തന്നെയാണ്, അല്ലാണ്ട് അവന് ഇവിടുത്തെ ആരുമില്ല, ഒരു കമ്പനി ഓണറോ ഒന്നുമല്ല. അവന് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളാരും ഇവന്മാരെ നമ്പരുത്. ഇവന്മാരൊക്കെ പക്ക ഫ്രോഡുകളായിരിക്കുള്ളൂ. എനിക്കതേ പറയാനുള്ളൂ. വീണ്ടും ഇവന്മാരെ നമ്പരുത്. അപ്പോൾ നാട്ടിൽ നിൽക്കണവർ ചോദിക്കും, ഞങ്ങൾ വന്ന് രക്ഷപ്പെട്ടിട്ട് ഞങ്ങൾക്ക് 50 യൂറോന് വേണ്ടി എടുക്കാം, ഞങ്ങൾ 40 യൂറോന് വേണ്ടി എടുക്കാം. അതിലൊന്നുമല്ല കാര്യം മാഷേ. ഇവിടെ വന്ന് നിങ്ങൾ ജീവിച്ച് കഴിയുമ്പോൾ മാത്രമേ ഇവിടുത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. എല്ലാവരോടും ഞാൻ വീണ്ടും പറയുകയാണ് ഒരിക്കൽ കൂടി, നിങ്ങളാരും വ്യക്തികളെ നമ്പിയിട്ട് യൂറോപ്പിലോട്ട് കയറി വരരുത്. ഡ്രൈവർ വേക്കൻസി ആയാലും ഏതൊരു വേക്കൻസി ആയാലും കയറി വരരുത്. പ്രോപ്പർ ചാനലിലൂടെ മാത്രം വരിക, എന്നാലേ നിങ്ങൾക്ക് ഇവിടെ നിലനിൽപ്പുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ വർക്ക് ചെയ്യുന്ന മറ്റുള്ളവരെയും കൂടി ഇപ്പോൾ അത് ബാധിച്ചു എന്ന് എല്ലാവർക്കും അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ട് നമ്മുടെ ജോലി എടുത്ത് ഇപ്പോൾ ട്രക്ക് ഡ്രൈവർ ലൈഫിൽ ഞാൻ എൻ്റെ അനുഭവം പറയുകയാണെങ്കിൽ, നമ്മളൊരു പാർക്കിങ്ങിൽ പോയി കിടന്നാൽ നമുക്കൊരു സെക്യൂരിറ്റി ഇല്ല. കാരണം ഇവന്മാർക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ടീം ഈ വക പരിപാടി ചെയ്തുകൊണ്ട് മാത്രമാണ് ഇവിടുത്തെ സാലറി ഡൗൺ ആയത്. മനസ്സിലായോ? അപ്പോൾ അതിനൊരു അവസരം ഉണ്ടാക്കാണ്ടിരിക്കാണ്ട് നോക്കുക. എന്ന് വെച്ചിട്ട് എല്ലാവർക്കും ചാൻസുകൾ കിട്ടും എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഇതിനൊക്കെ ഒരു ഭാഗ്യം വേണം കയറി വരാനും. എൻ്റെ എന്തോ ഭാഗ്യത്തിന് ഞാനിവിടെ കയറി വന്നു. അതുകൊണ്ട് പലവരും കയറി വന്നു. ആരും ഒന്നും മിണ്ടത്തില്ല, കാരണം അങ്ങനെയാണ് നമ്മുടെ മലയാളിയുടെ സ്വഭാവം. പക്ഷെ ഞാൻ എൻ്റെ കാര്യങ്ങൾ ഞാൻ തുറന്ന് പറയുകയാണ്. നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ വിശ്വസിക്കുക. നിങ്ങളാരും ഒരു വ്യക്തിയുടെ കെയർ ഓഫിലും കയറി വരുന്നത് നിങ്ങൾ പെടും. തുടക്കത്തിലായാലും ഒടുക്കത്തിലായാലും പെടും നിങ്ങൾ. പലവരും ഈ വ്യക്തികളുടെ കെയർ ഓഫിൽ വന്നവർ ഇവിടെ നിങ്ങൾ കയറുവാട മക്കളെ, നിങ്ങൾക്ക് ഡ്രൈവിംഗ് അറിയണ്ട, ഇംഗ്ലീഷ് അറിയണ്ട, ഒന്നും അറിയണ്ട. ഇപ്പോൾ പറയണത് ഇംഗ്ലീഷ് അറിയണം. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ സ്റ്റാൻഡ്. അപ്പോൾ പലരും കയറി വന്നു, പലരും പെട്ടു, പലരും പല കമ്പനിയിലോട്ട് ചാടിപ്പോയി. ഒരുപാട് പേര് തകിടം മറിഞ്ഞു വീണു, ഒരുപാട് പേര് തിരിച്ചു പോയി. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസരത്തിന് നിൽക്കാണ്ട് പ്രോപ്പറായിട്ടുള്ള ചാനൽ മാത്രം കയറി വരിക. അത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായമാണ് ഞാൻ പറയണത്. നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ വിട്ട് കളയുക. കമൻറ്റുകൾ ഒരുപാട് വരും, കുഴപ്പമില്ല. പക്ഷേ നിങ്ങളാരും ചതിക്കുഴിയിൽ പെടരുത്. അതാണ് മെയിൻ സംഭവം. ഓക്കെ, എല്ലാവർക്കും നന്ദി, നമസ്കാരം.